ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ 2x1 സൈസിലെ ഹൈലൈറ്റിംഗ് ടൈൽസ് ആണ്. 2x1 സൈസ് ജനറലി ഔട്ട് ആയി കഴിഞ്ഞ് ഇന്ത്യ ആണെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ടൈൽ മാനുഫാക്ചറർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചിലയിടത്ത് ചില ഗ്യാപ്സ് ഉണ്ട്. അതായത് നമ്മുടെ ഇവിടുത്തെ ടൈൽ ഇൻഡസ്ട്രി ഇപ്പോഴും മാസ് മാർക്കറ്റിനാണ് സെർവ് ചെയ്യുന്നത്. അതുകൊണ്ട് ചില ഡിസൈൻസ്, ചില നല്ല ക്വാളിറ്റി സെറാമിക് ടൈൽസ് നമുക്കിവിടെ വന്നിട്ടില്ല. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ടൈൽസ് എല്ലാം സ്പെയിനിൽ നിന്ന് അല്ലെങ്കിൽ ഇറ്റലിയിൽ നിന്ന് അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്ത് വരുന്ന ടൈൽസ് ആണ്. ഈ ക്വാളിറ്റിയിലെ ടൈൽസ് ഇന്ത്യയിൽ കിട്ടാനില്ല. അതുകൊണ്ടാണ് ബോംബെയിലുള്ള ചില ഡിപ്പോസ് ഇത് ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്ന് വരുത്തിയിട്ട് നമുക്ക് ഇതുപോലെ കേരളത്തിലെ ഷോപ്പുകൾക്ക് സപ്ലൈ ചെയ്യുന്നത്. അപ്പം ഈ ടൈൽസിൻ്റെ വില വളരെ കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ, ഈ കാണുന്ന ടൈൽസിൻ്റെ നിങ്ങൾ വിശ്വസിക്കത്തില്ല, പക്ഷേ ദ പ്രൈസ് ഈസ് ടു ദ ട്യൂൺ ഓഫ് ലെറ്റ്സ് സേ 180 rupees to 200 rupees. സോ 180 മുതൽ 200 രൂപ സ്ക്വയർ ഫീറ്റ് വില വരുന്ന ടൈൽസ് ആണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇന്ത്യൻ ഗവൺമെൻറ് ഇമ്പോർട്ട് ചെയ്യുന്ന ടൈലിന് ഹെവി ഡ്യൂട്ടിയാണ് ഇമ്പോസ് ചെയ്യുന്നത്. സോ ക്വാളിറ്റിയുള്ള ടൈൽസ് ആണ്, ഇമ്പോർട്ട് ഡ്യൂട്ടിയും ആവുമ്പോഴത്തേക്ക് പ്രൈസ് വളരെ കൂടും. പക്ഷേ ആസ് ഐ സെഡ്, ഇത് ഹൈലൈറ്റിംഗ് ടൈലാണ്. സോ നമ്മൾ ടോട്ടൽ വാളിനോ അല്ലെങ്കിൽ ടോട്ടൽ ഫ്ലോറിനോ ഈ ടൈൽസ് ഉപയോഗിക്കാറില്ല. ചെറിയ പോർഷൻസ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സോ സ്ക്വയർ ഫീറ്റ് റേറ്റ് കൂടുതലാണെങ്കിലും ടോട്ടൽ എമൗണ്ട് ഡെഫിനറ്റ്ലി നമ്മുടെ ബഡ്ജറ്റിൽ നമുക്ക് നിർത്താൻ പറ്റും. സോ ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. ഈ ടൈൽസ് നിങ്ങളുടെ ക്ലിപ്സിൽ കാണും, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. പക്ഷേ ഇതിനകത്ത് 3 മേജർ വെറൈറ്റി ഓഫ് ടൈൽസ് ഉണ്ട്. ആ 3 മേജർ വെറൈറ്റി എന്താണെന്ന് മാത്രം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ബാക്കി നിങ്ങൾക്ക് ക്ലിപ്സിൽ കാണാം. സോ നമുക്ക് ആദ്യം തന്നെ ഇവിടുന്ന് തുടങ്ങാം, അല്ലെങ്കിൽ ഈ ടൈലിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ ഏറ്റവും പോപ്പുലർ ടൈലാണ്, ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് ടൈലാണ്. ഹെക്സാഗൺ ഹണികൂം പാറ്റേൺ ആണ്. അപ്പോൾ ഇതിനകത്ത് ടെക്നോളജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നടുക്കലത്തെ ലൈൻസ് ആണ്. ഈ നടുക്കലത്തെ ലൈൻസിൽ ശരിക്കും കോട്ടിങ് ചെയ്യുന്നത് ക്രോം കോട്ടിംഗ് ആണ്. സോ നമ്മൾ നോർമലി നമ്മുടെ മോട്ടോർ സൈക്കിളിൻ്റെ പുറത്തും അതേപോലെ മറ്റ് സ്റ്റീൽ ഉപകരണങ്ങളുടെ പുറത്ത് ചെയ്യുന്ന ക്രോം കോട്ടിംഗ് പോലത്തെ ഒരു ക്രോം കോട്ടിംഗ് ആണ് ചെയ്തേക്കുന്നത്. ഇത് ഒരിക്കലും ഈ ടൈലിന് ഇളകി വരത്തില്ല. സോ അത് ആ രീതിയിലാണ് ഇതിനെ ഫയർ ചെയ്ത് ഫ്യൂസ് ചെയ്തേക്കുന്നത്. സോ ഇതാണ് ആദ്യത്തെ ടെക്നോളജി. ഒരിടയ്ക്ക് ഇന്ത്യയിൽ ഇത് ഇറങ്ങിയിരുന്നു, പക്ഷേ ഇന്ത്യയിൽ ഇതിന് ഒരുപാട് ടേക്കേഴ്സ് ഇല്ലായിരുന്നു. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ഇതിന് ഭയങ്കര ഡിമാൻഡാണ്. ഇപ്പം നമ്മുടെ ഇവിടെയും കൂടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ഈ ടൈലിൻ്റെ ഒരു മാസീവ് സെയിൽ. ഇനി ഈ പാറ്റേണിൽ നമുക്ക് 1, 2, 3, 4, 5, 6, 7, 8 ഐ തിങ്ക് ഏറ്റവും കൂടുതൽ വെറൈറ്റി ഉള്ള നമുക്ക് ഈ ഹൈലൈറ്റിങ്ങിനകത്ത് ഈ ലൈൻസ് ക്രോം കോട്ടഡ് ലൈൻസിനകത്തുള്ളതാണ്. ഇതിനകത്ത് ക്രോം കോട്ടഡ് ലൈൻസിനകത്ത് സിൽവർ ലൈൻ വരും, ഗോൾഡ് ലൈൻ വരും. സോ ഇതാണ് ഇതിനകത്തുള്ള അടുത്ത രണ്ട് ഡിവിഷൻസ്. ഇനി വേറൊരു ടെക്നോളജി എന്ന് പറഞ്ഞാൽ വളരെ റെയർ ആയിട്ട് ഇന്ത്യയിൽ കിട്ടുന്ന ഒരു മെറ്റീരിയലാണ്. ഇന്ത്യൻ കമ്പനീസിലുണ്ട്, പക്ഷേ റെയറാണ്. അതാണ് എംബോസ്ഡ് മെറ്റീരിയൽ. അതായത് ടൈലിനകത്ത് കളറില്ല, ഒന്നുമില്ല, ജസ്റ്റ് ഒരു പഞ്ച് മാത്രമേ ഉള്ളൂ. വൈറ്റ് കളറിലാണ് ഇതിൻ്റെ വർക്ക് കൂടുതലും വരുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം കറക്റ്റ് സ്ക്വയർസ് ആണ്, കേവ്ഡ് സ്ക്വയർസ് ആണ്. അതായത് സ്ക്വയറിൻ്റെ നടുഭാഗം അകത്തോട്ടാണ് പോയിരിക്കുന്നത്. സോ കോർണേഴ്സ് ആണ് പോയിന്റ് ചെയ്ത് പുറത്ത് നിൽക്കുന്നത്. സോ ഇതൊരു മോഡലാണ്. സെക്കൻഡ് മോഡൽ ഇവിടെ നോക്കാം, ട്രയാങ്കിൾസ് തന്നെയാണ്. ട്രയാങ്കിൾസ് ആണ്, പക്ഷേ ഇറഗുലർ ഷേപ്പ് ട്രയാങ്കിൾസ് ആണ് അത് എംബോസ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളറാണ്. ഒരുപക്ഷെ ക്യാമറയിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റില്ലെന്ന് വരും. നിങ്ങൾ ഡെഫിനറ്റ്ലി AV ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലത്ത് വരണം. നല്ല ഡിസ്പ്ലേ ഉണ്ട്, വളരെ നല്ല കളക്ഷനാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാനീ പറഞ്ഞ മെറ്റീരിയൽ തന്നെയാണ്. ഗോൾഡ് ലൈനിങ് അല്ലെങ്കിൽ സിൽവർ ലൈനിങ്, പിന്നെ അതിനകത്ത് ഒരു ബേസ് ടൈല്. ഇനി ഞാൻ പറഞ്ഞ മൂന്നാമത്തെ ടൈപ്പ്, അതായത് മൂന്നാമത്തെ ടൈപ്പാണ് ഈ കാണുന്ന ടൈപ്പ്. പിന്നെ അത് ജോമെട്രിക് പാറ്റേൺ ഇല്ല, ശരിക്കും ഓർഗാനിക് പാറ്റേൺസ് ആണ്. ലീവ്സ്, ഫ്ലവേഴ്സ്. എന്നിട്ട് ഇതിനകത്ത് ഗോൾഡിൻ്റെ ഇൻഫ്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഗോൾഡ് കളർ ചെയ്ത ക്രോം പ്ലേറ്റിംഗ് ആണ് ഇതിനകത്തുള്ളത്. സോ ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ ടച്ച് ചെയ്ത് നോക്കി ഇത് നേരിട്ട് വന്ന് കണ്ടാലേ നിങ്ങൾക്ക് പറയാൻ പറ്റത്തുള്ളൂ. കിച്ചൻ്റെ ബാക്ക് സ്പ്ലാഷ് ആണ് ഇതിന് ഏറ്റവും വലിയ ഈ ടൈൽസിൻ്റെ ആപ്ലിക്കേഷൻ ഏരിയ. അതുകൂടാതെ കോമൺ വാഷ് ബേസിൻ ഏരിയ, ഡൈനിങ് ഏരിയയുടെ ആ ഭാഗം. ഇനി ഇത് കൂടാതെ ബാത്റൂംസിനകത്ത് തന്നെ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യണം. വളരെ സിമ്പിളായിട്ട് ബാത്റൂം ചെയ്യണം, പക്ഷേ ഒരു ഹൈലൈറ്റിംഗ് വളരെ എക്സ്ക്ലൂസീവ് ആയിരിക്കണം, എക്സ്ക്ലൂസീവ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഈ കളക്ഷൻ ആബ്സല്യൂട്ട്ലി നിങ്ങൾക്കുള്ളതാണ്. ഇനി ഇതിനകത്തുള്ള വേറെ കുറച്ച് പ്രൊഡക്ട്സും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. സോ ഈ പ്രൊഡക്ട്സ് എല്ലാം ഇവിടെ ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ ക്ലിപ്സിനകത്ത് കാണും. സോ ഇതിനൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണ്. ഇന്ന് തന്നെ വരണം. ഈ ഒരു കളക്ഷൻ ജസ്റ്റ് ഇപ്പം വെച്ചതേ ഉള്ളൂ, വർക്ക് ഫിനിഷ് ആയി വരുന്നേ ഉള്ളൂ. ആസ് ഓൾവേസ് ഞാൻ എപ്പോഴും പറയും, ടൈൽ കളക്ഷൻ അല്ലെങ്കിൽ ടൈൽ പർച്ചേസ് എപ്പോഴും കുറച്ച് നേരത്തെ ചെയ്യണം. ഈ സാധനങ്ങൾ ബോംബെയിൽ നിന്ന് വരേണ്ടതാണ്. സോ നിങ്ങൾ വന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഒരു 10 ദിവസം മിനിമം എടുക്കും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഈ സാധനം ഇവിടെ വരാൻ. സോ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യുക, നേരത്തെ കൂട്ടി വിസിറ്റ് ചെയ്യുക. AV ടൈൽസ് ആൻഡ് സാനിറ്ററിയിൽ ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നതായിരിക്കും.